നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയുടെ വിധിയാണ് വിധി, വല്ലാത്തൊരു വിധി. PSG-കൊപ്പം അദ്ദേഹത്തിന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടാൻ പറ്റിയില്ല. ഒരു വട്ടം ഫൈനൽ കളിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ബയൺ മ്യൂണിക്കിനോട് അന്ന് ഫൈനലിൽ 1-0 തോറ്റു. പിന്നെ അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമ്പോൾ UCL കിരീടം തന്നെയാണ് സ്വപ്നം. പക്ഷേ എന്തുണ്ടായി? അദ്ദേഹം പോയ സീസണിൽ ഇതാ പൊളിച്ചടുക്കിക്കൊണ്ട് PSG ഫേവറിറ്റുകളായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. അതെ, എംബാപ്പയുടെ സമയം. ഇത് ഓപ്പോസിറ്റ് അർത്ഥത്തിലാണ് പറയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ ESPN FC അടക്കമുള്ളവർ ചർച്ചയാക്കുന്നുണ്ട്. ഓഫുൾ ടൈമിംഗ് ഫോർ കിലിയൻ എംബാപ്പെ എന്ന് പറഞ്ഞുകൊണ്ട്. എംബാപ്പയെ റയൽ മാഡ്രിഡിൽ നിന്നുള്ള ഓഫർ ഉണ്ടായിരുന്നല്ലോ, റയലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം. 2022 അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. PSG തന്നെ തുടരാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്തുണ്ടായി? തൊട്ടടുത്ത വർഷം 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു റയൽ മാഡ്രിഡ്. എംബാപ്പെ ആരായി? എന്നാൽ ആ സമ്മറിൽ, അതായത് കഴിഞ്ഞ സമ്മറിൽ എംബാപ്പെ PSG വിട്ട് റയലിൽ ചേരാൻ തീരുമാനിച്ചു. റയൽ മാഡ്രിഡ് 2025 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനൽ എലിമിനേറ്റഡായി. അദ്ദേഹം വിട്ടുപോകുന്ന PSG ആവട്ടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ആബ്സല്യൂട്ട്ലി ഇത് ഒരു ഓഫുൾ ടൈമിംഗ് ആണ് കിലിയൻ എംബാപ്പയുടേത്. എംബാപ്പെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ PSG UCL ഫൈനലിലെത്തുമോ, കിരീടം ചൂടുമോ, അതൊക്കെ വേറെ ചോദ്യവും വേറെ സംസാരവുമാണ്. പക്ഷേ PSG ഇപ്പോൾ മികച്ചൊരു ടീം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുമ്പൊന്നുമില്ലാത്ത വിധം അവരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫേവറിറ്റുകളായിട്ട് ഇപ്പോൾ എല്ലാവരും എണ്ണുന്നുമുണ്ട്. എംബാപ്പയുടെ കാര്യത്തിലാണ് വലിയ നിരാശ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.